വർക്കല ക്ലിഫ് കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം മുൻ കേന്ദ്രമന്ത്രിയുണ്ട്, വി മുരളീധരൻ അദ്ദേഹത്തോടൊപ്പം ചേരുന്നുണ്ട്. ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്, കളക്ടറുണ്ട്. എന്തായാലും കളക്ടർക്കെതിരായി ഒരു ആരോപണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിലനിന്നിരുന്നു, അതുകൂടി ഓർപ്പിച്ചു കൊള്ളട്ടെ. എന്തായാലും അഖിൽ പാലോട്ട് മഠം അവിടെ നിന്ന് നമ്മളോടൊപ്പം ചേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ കളക്ടറുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം, അത് ആ റിപ്പോർട്ട് നൽകിയതും ജനം ടി വി തന്നെയാണ്. അതൊന്ന് ചെറുതായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ടിൻഡു ദാസാണ് ഈ വാർത്ത നേരത്തെ ഞങ്ങൾക്കായി ജനം ടി വിക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നത്. കാരണം ഈ വർക്കല ക്ലിഫിലെ പൈതൃക കുന്നുകൾ ഇടിഞ്ഞ സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു ഗുരുതര വീഴ്ച ഓർമ്മപ്പെടുത്തി ുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. ഈ കേരള ദുരന്ത നിവാരണ അതോറിറ്റി കുന്നുകളുടെ ബലക്കുറവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ കളക്ടർ ജെറോമിക് ജോർജിന് കത്ത് എഴുതിയത് ആണ് എന്നാണ് അതിൽ പറയുന്നത്. രേഖകളുണ്ട്, പക്ഷേ ഇതിനൊന്നും മറുപടി ലഭിച്ചിരുന്നില്ല. കളക്ടർ ഇതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല എന്നാണ് ടിൻഡു റിപ്പോർട്ട് ചെയ്തിരുന്നത്. രേഖകൾ സഹിതമുള്ള റിപ്പോർട്ടായിരുന്നു. എന്തായാലും ഈ നിരന്തരം അവിടെ കുന്നുകൾ ഇടിയുന്നൊരു സാഹചര്യം വലിയൊരു പ്രശ്നം, ഗുരുതര പ്രശ്നത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യം. കാരണം മഴ വീണ്ടും ശക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ അപകടാവസ്ഥ ഇനിയും ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയമുണ്ട്, ഏറെ ആശങ്കയാണ്. ഒരുപാട് വിദേശികൾ, സ്വദേശികളായവരും അതോടൊപ്പം തന്നെ വിദേശീയരായ വിനോദസഞ്ചാരികളൊക്കെ എത്തുന്ന വർക്കലയിൽ ഇത്തരത്തിലൊരു പ്രശ്നം അത് അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട്. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം അത് ആരംഭിച്ചു കഴിഞ്ഞു. അഖിൽ പാലോട്ട് മഠം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഖിൽ, വിശദാംശങ്ങൾ. മണ്ണിടിച്ചിൽ അത് ഗുരുതരമായ വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമായിരുന്നു നേരത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ വർക്കലയിൽ കേന്ദ്ര ടൂറിസം പാചകവാതക സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഇപ്പോൾ സന്ദർശനം നടത്തുന്നത്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന് ഒപ്പമാണ് സന്ദർശനം നടത്തുന്നത്. കാര്യങ്ങളുടെ പറ്റിയൊക്കെ തന്നെ ജില്ലാ കളക്ടർ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ ജിയോളജി വകുപ്പൊക്കെ അടക്കമുള്ളവർ അവിടെ ഒരു പഠനം നടത്തിയിരുന്നു. ആ പഠനത്തിൽ ഈ ക്ലിഫിലെ മണ്ണിടിയുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം അതിൽ നിൽക്കുന്ന അതിൻ്റെ അടിവശത്തുള്ള മണ്ണിന് വലിയ നനവില്ല, അതിന് കട്ടി കുറവുള്ളത് കൊണ്ട് ആ മണ്ണ് ഇടിഞ്ഞു പോകുന്നു എന്ന തരത്തിലായിരുന്നു ആ പഠന റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. കാരണം വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. വർക്കല ഇതൊരു പാവനാശം, വലിയ രീതിയിലുള്ള വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ്. ആ വർക്കല ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ പോലും അപകട സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് ടൂറിസം മേഖലയിൽ ഉണ്ടാകുന്ന ആ ഇടിവൊക്കെ തന്നെ നേരത്തെ വലിയ രീതിയിൽ ചർച്ചയാകുകയും ചെയ്തിരുന്നതാണ്. നമ്മൾ തന്നെ നേരത്തെ ഇത് പറഞ്ഞിരുന്നതാണ്. കഴിഞ്ഞ മാസങ്ങളിൽ ഏകദേശം ഒരു 12 തവണയാണ് വർക്കലയുടെ ക്ലിഫിന്റെ താഴ്ഭാഗം ഗർത്തങ്ങൾ രൂപപ്പെടുകയും അത് ഇടിഞ്ഞു വീഴുകയും പോവുക. അനധികൃതമായ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന, അതായത് ഇവിടുത്തെ കെട്ടിടങ്ങൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില കത്തുകൾ, അതായത് ഇവിടെ നിർമ്മിക്കുന്ന ചില കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇതിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി ദുരന്ത നിവാരണ അതോറിറ്റി പലതവണ ഈ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിരുന്നു. പക്ഷെ അതിലൊക്കെ തന്നെ വലിയ ഒരു നടപടിയൊന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ നടപടി തുടർന്ന് ആ പരാതി ഉണ്ടായിട്ട് പോലും നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യവും കുറവായിരുന്നു. അതെല്ലാം തന്നെ ഇതിൻ്റെ ആഘാതമുണ്ടാക്കി എന്നുള്ളതും നമ്മൾ നേരത്തെ വാർത്ത കൊടുത്തിരുന്നതാണ്. 2023 കുന്നുകളുടെ ബലക്കുറവിനെ പറ്റിയും കുന്നുകൾ ഇടിഞ്ഞ് ഉണ്ടാകാവുന്ന അപകടങ്ങളെ പറ്റിയും ഒക്കെ തന്നെ കേരള ദുരന്ത നിവാരണ അതോറിറ്റി കളക്ടർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കോസ്റ്റൽ ഡിസ്ട്രിക്ട് കമ്മിറ്റിയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളടക്കം ചുമതല ജില്ലാ കളക്ടർക്കായിരുന്നു. എന്നിട്ട് പോലും അതിൽ ഒരു പ്രതികരണം ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതും ഈ സന്ദർശന സമയത്ത് നമ്മൾ സൂചിപ്പിക്കേണ്ടതാണ്. കാരണം ഈ സന്ദർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വർക്കല, കഴിഞ്ഞ ദിവസവും തന്നെ സുരേഷ് ഗോപി സൂചിപ്പിച്ചതാണ്, വർക്കലയുടെ നവീകരണം അല്ലെങ്കിൽ ടൂറിസം മേഖലയുടെ നവീകരണം ഒക്കെ തന്നെ അത് നൽകേണ്ട ചില പ്രാധാന്യങ്ങളെ പറ്റിയൊക്കെ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് കൂടുതൽ ഇത് നൽകുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം അല്പസമയത്തിനകം മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി, RDO, ജില്ലാ കളക്ടർ തുടങ്ങിയ ഉദ്യോഗസ്ഥരുമായി ഒക്കെ തന്നെ പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. അനു, തീർച്ചയായും ഉദ്യോഗസ്ഥരോടും ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഉള്ളവരോടും ഒക്കെ അദ്ദേഹം ചർച്ച ചെയ്യുകയാണ്.
ഈ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന വർക്കല കുന്ന്, ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ കനത്ത മഴയിൽ ഇടിയാൻ തുടങ്ങിയതോടെ കുന്നുകളുടെ കെട്ടുറപ്പിനെ സംബന്ധിച്ച ഒരു ചോദ്യങ്ങൾ കൂടിയായിരുന്നു സജീവമായിരുന്നത് എന്ന് പറയാതെ വയ്യ. കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ വർക്കല ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് കേരളം അവകാശപ്പെടുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വർക്കലയുണ്ട്. ആ വർക്കലയിൽ വിദേശികളും സ്വദേശികളുമായ നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഈ വർക്കലയിലാണ് ഇത്തരത്തിലൊരു പ്രശ്നമുള്ളത്. ഈ വർക്കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം തന്നെ ക്ലിഫ് അഥവാ ഈ വർക്കല കുന്നുകളാണ്. ഇവിടെ ഹെലിപ്പാഡുണ്ട്. ആ ഹെലിപ്പാഡിന് അടുത്ത് സന്ദർശകർക്കായി ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനരികിൽ നിന്ന് വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് പതിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളൊരു ചോദ്യം ആ സമയം മുതൽ തന്നെ ഉയർന്ന് കേട്ടിരുന്നു. തീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുന്ന്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതുകൊണ്ട് തന്നെ ഈ ബലക്ഷയം വലിയ രീതിയിൽ ആശങ്ക പരത്തുന്നതുമാണ്. ഇനി കുന്നിൻ്റെ പല ഭാഗത്തും വിള്ളൽ കൂടി വീഴുന്ന ഒരു സാഹചര്യം ഈ മണ്ണിടിച്ചിലിന് പുറമെ, അതുകൊണ്ട് തന്നെ കൂടുതൽ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായേക്കുമെന്നുള്ളൊരു ആശങ്ക വലിയ തോതിലുണ്ട്. ഈ മഴവെള്ളം ഊർന്നിറങ്ങുന്നുണ്ട് ഈ വിള്ളൽ വീഴുന്നതിൽ. അപ്പോൾ ഭാവിയിൽ അധികം വൈകാതെ തന്നെ വലിയ തോതിലൊക്കെ മണ്ണിടിച്ചിൽ ഇവിടെ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക പൊതുവിൽ നിലനിൽക്കുന്നുണ്ട്. അതീവ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ വർക്കലയിലെ ഈ ഒരു പ്രശ്നം. അത് അഡ്രസ്സ് ചെയ്തേ മതിയാകൂ. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ടൂറിസത്തിൻ്റെ ചുമതല കൂടിയുള്ള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവിടേക്ക് ഓടി എത്തിയതും അദ്ദേഹം സന്ദർശനം നടത്തുന്നതും. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞ, മുതലപ്പുഴ തുടങ്ങിയ ഇടങ്ങളിൽ സുരേഷ് ഗോപി എത്തിയിരുന്നു. അവിടെയുള്ളവരെ ശ്രവിച്ചിരുന്നു. അദ്ദേഹം പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിരുന്നു. പ്രശ്നപരിഹാരത്തിനായുള്ള കേന്ദ്ര ഇടപെടൽ വാഗ്ദാനം ചെയ്ത് ഉറപ്പ് നൽകിയാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത്. തുടർന്നാണ് ഇപ്പോൾ വർക്കലയിലേക്ക് എത്തിയിരിക്കുന്നതും. വർക്കലയിലെ ഈ പ്രശ്നം അത് എത്രയും വേഗം പരിഹരിച്ചേ മതിയാവൂ എന്ന പ്രദേശവാസികളും അതോടൊപ്പം തന്നെ ടൂറിസ്റ്റുകളും ഒക്കെ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നു. മാത്രമല്ല അത് സംസ്ഥാനത്തിന് ആകെ പ്രശ്നമായി കൂടി കണക്കിലാക്കേണ്ടതാണ്. കാരണം ടൂറിസമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രധാന വരുമാനങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് തന്നെ ഈ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ കാത്ത് സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഏതൊരു ഭരണകൂടത്തിൻ്റെ കൂടി ഉത്തരവാദിത്തവുമാണ്.